കൺഫ്യൂഷൻ, ആശയക്കുഴപ്പം. നമ്മൾ ജീവിതത്തിനകത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന പല സ്റ്റേജിൽ പല രീതിയിൽ നമുക്ക് ഉണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങൾ എങ്ങനെ പരിഹരിച്ച് ജീവിതത്തെ ശരിക്കും സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആശയക്കുഴപ്പം ഉണ്ടാകാനായിട്ടുള്ള മെയിനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് തന്നെ വ്യക്തതയില്ലായ്മയാണ്, അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള അറിവില്ലായ്മയാണ്. കൺഫ്യൂഷൻ ഉണ്ടാകുന്നുള്ള കാരണം എന്താ? അത് വേണോ ഇത് വേണോ എന്ന് തിരഞ്ഞെടുക്കാനായിട്ടുള്ള ആ ഒരു കാപ്പബിലിറ്റി ഇല്ലായ്മയാണ് ആശയക്കുഴപ്പത്തിൻ്റെ മെയിനായിട്ടുള്ള റീസൺ. അപ്പോൾ എങ്ങനെ ആശയക്കുഴപ്പം പരിഹരിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒത്തിരി മൾട്ടി ഡയമെൻഷനായിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ബേസിക്കായിട്ട് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ശരിയായ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു അറിവ്, ഒരു ദിശാബോധം ഉണ്ടാക്കിയാൽ ആശയക്കുഴപ്പം മാറിക്കിട്ടും. സോ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കുഞ്ഞിന് എൻജിനീയറിങ്ങിനും അഡ്മിഷൻ കിട്ടുന്നു, MBBSനും അഡ്മിഷൻ കിട്ടുന്നു. 2 എൻട്രൻസ് എഴുതി, രണ്ടിനകത്തും സെലക്ഷനുണ്ട്. അപ്പോൾ ആശയക്കുഴപ്പം ഇതാണ്, ഞാൻ എൻജിനീയറിംഗ് പോകണോ അതോ MBBSന് പോകണോ? അപ്പോൾ ആദ്യം കുഞ്ഞ് അപ്പനും അമ്മയോടും ചോദിക്കും, അപ്പോൾ ഞാൻ എൻജിനീയറിങ്ങിന് പോകണോ? അപ്പോൾ അപ്പം ചിലപ്പോൾ പറയും, ശരിയാണ്, നീ എൻജിനീയറിങ്ങിന് പോക്കോ. അമ്മയുടെ അടുത്ത് പോയി ചോദിക്കുമ്പോൾ അമ്മ പറയും, എടാ അതിനേക്കാളും നല്ലത് മെഡിസിനാണ്, കുറച്ചുകൂടി സ്കോപ്പുള്ളത് മെഡിസിനാണ്, അപ്പോൾ നീ MBBS എടുക്കുക. അപ്പോൾ വീണ്ടും ആശയക്കുഴപ്പം കൂടി. അപ്പൻ്റെ ഒരു അഡ്വൈസ്, അമ്മയുടെ വേറൊരു സജഷൻ. സോ ഇവിടെ അടുത്ത ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, അടുത്ത നമ്മൾ എടുക്കേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഏത് ഡിസിഷനാണ് എടുക്കേണ്ടതെന്നുള്ള ഒരു സെൽഫ് വിൽ, നമ്മളുടെ ഒരു ചോയ്സ്, അതിന് വളരെയേറെ ഇമ്പോർട്ടൻസ് നമ്മുടെ ജീവിതത്തിനകത്തുണ്ട്. സോ അപ്പനെന്ന് പറയാം, അമ്മ എന്ന് പറയാം, സഹോദരങ്ങൾ മറ്റൊന്ന് പറയാം, കൂട്ടുകാർ പറയാം, പല ആശയങ്ങൾ വരുമ്പോഴാണ് ഈ ആശയക്കുഴപ്പം ഉണ്ടാകുന്നത്. സോ ഐ റിപ്പീറ്റ്, പല ആശയങ്ങൾ വരുമ്പോഴാണ് ആശയക്കുഴപ്പം ഉണ്ടാകുന്നത്. സോ ഈ ആശയക്കുഴപ്പത്തിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് ആകാം, അല്ലെങ്കിൽ അവരെന്ത് ചിന്തിക്കുമെന്നുള്ള നമ്മുടെ ഭയമാകാം. സോ ഇവിടെ ആപ്റ്റായിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. സോ ആ ഡിസിഷൻ പല ഫാക്ടേഴ്സിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും, അത് മറ്റൊരു കാര്യം, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാം. സോ ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മുടെ ഫേമായിട്ടുള്ളൊരു ഡിസിഷൻ. സോ എൻജിനീയറിങ്ങിനും MBBSനും പോകണമെന്ന് പറയുന്ന ആ കണ്ടീഷനകത്ത് ഞാൻ തീരുമാനിക്കുകയാണ്, എനിക്ക് എൻജിനീയറിങ് മതി എന്ന് ഞാൻ തീരുമാനിക്കുമ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള ചില ആട്രിബ്യൂട്ട്സ് വെച്ചിട്ടായിരിക്കും ഞാൻ ആ ചോയ്സ് എടുക്കുന്നത്. പിന്നീട് ഒരിക്കലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഞാൻ എടുത്ത ആ ഡിസിഷനെ ബേസ് ചെയ്ത് ഞാൻ റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല. റിഗ്രറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താളം തെറ്റും. സോ ഞാൻ എടുക്കുന്ന ഡിസിഷനെ ബേസ് ചെയ്ത് ചിലപ്പോൾ ഹാർഡ്ഷിപ്പ് വരാം, ചിലപ്പോൾ എന്തെങ്കിലും പരാജയങ്ങൾ ഉണ്ടാകാം. അത് ഏത് മേഖലയിലും ഉണ്ടാകുന്നതാണ്. എൻ്റെ ഡിസിഷനെ ബേസ് ചെയ്തല്ല ആ പരാജയം ഉണ്ടാകുന്നത്. സോ അതിനെയൊക്കെ ഓവർകം ചെയ്ത് പോകാനായിട്ടുള്ളൊരു സെൽഫ് വിൽ ഞാൻ അതിനെയൊക്കെ ഓവർകം ചെയ്ത് പോകാനായിട്ടുള്ളൊരു സെൽഫ് വിൽ ഞാൻ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് സ്മൂത്തായിട്ട് ലൈഫിനെ കൊണ്ടുപോകാം. സോ 2 കാര്യങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് നമ്മുടെ ലക്ഷ്യബോധത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ശരിക്കും ഒരു ഡിസിഷൻ എടുക്കാൻ ആവശ്യമായിട്ടുള്ള പാരാമീറ്റേഴ്സ്, ആട്രിബ്യൂട്ട്സ്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു കഴിവ് ആർജിക്കുക. 2, സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ സെൽഫായിട്ട് എടുക്കുവാൻ തക്കവണ്ണം ഒരു ബോൾഡ്നെസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യങ്ങളെയും അതിജീവിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ബാക്കിയുള്ള ഡയമെൻഷൻ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം.